സ്വാഗതം വെങ്കടേഷ്. സുപ്രഭാതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ അവതരിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാമല്ലോ? ഞാനൊന്ന് കൺഫേം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും ഞാൻ ക്യാമ്പസിനകത്താണ് ഇപ്പോൾ. കേൾക്കാം, തുടരാം. അപ്പോൾ ആദ്യം നമ്മൾ പതിവ് പോലെ എക്കണോമിക് ടൈംസിൽ നിന്നുമാണ് നമ്മൾ ആരംഭിക്കുന്നത്. എക്കണോമിക് ടൈംസിലെ ഒരു വാർത്ത, Buffett indicator had warned of stock market bubble waiting to burst. The Buffett indicator warned of the Indian stock market's overvaluation hitting a peak of 150% of GDP. This was followed by a 2,600 point drop in the Sensex due to global concerns. Analysts believe further corrections could happen, but see this as a short-term issue rather than long-term panic. അപ്പോൾ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നിക്ഷേപക വേൾഡിലെ ഒരു ഗുരു എന്ന് പറയുന്ന വാറൻ ബഫെ, അദ്ദേഹത്തിന്റെ ഒരു സൂചികയുണ്ട്, ബഫറ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഒരു രാജ്യത്തിലെ പ്രധാന ഓഹരി സൂചികയുടെ എല്ലാ ഓഹരികളുടെയും വിപണി മൂല്യം മൊത്തത്തിലെടുത്ത് അത് നമ്മുടെ രാജ്യത്തിന്റെ GDP-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ 100% കൂടുതലായി കഴിഞ്ഞാൽ മാർക്കറ്റ് വില കൂടി ട്രേഡ് ചെയ്യുന്നു, എക്സ്പെൻസീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഇൻഡിക്കേറ്റർ പ്രകാരം ഓൾറെഡി ഇന്ത്യൻ വിപണി 150%-ലോട്ട് എത്തിയിരുന്നു. ഇന്ത്യൻ വിപണിയിലെ ഓഹരികളുടെ മൂല്യം, വിപണി മൂല്യം നമ്മുടെ GDP-യുടെ 150% ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു കറക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അവർ പറയുന്നത്, വിദഗ്ധരുടെ അഭിപ്രായം, ഇന്ത്യൻ വിപണിയിലെ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഭാസം ഹ്രസ്വകാല പ്രതിഭാസമാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ വ്യാകുലതകളൊന്നും പെടേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി മുന്നോട്ട് തന്നെ പോകുമെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വാർത്ത, വെഹിക്കിൾ രജിസ്ട്രേഷൻസ് റൈസ് 13.84% in July, driven by rural demand and discounts. Dispatches of passenger vehicles last month, though, declined by about 2%, with automakers limiting wholesales amid elevated stock levels in the market. As per industry estimates, inventory of passenger vehicles in the channel stands at 407,000 units. Dealers pegged the numbers higher and said car stocks in the network range between 67 and 72 days of sales. അപ്പോ നമ്മുടെ രാജ്യത്തിലെ വെഹിക്കിൾസിന്റെ, അതായത് കാറ് അതുപോലുള്ള വെഹിക്കിൾസിന്റെ രജിസ്ട്രേഷൻ, വണ്ടികളുടെ രജിസ്ട്രേഷൻ 13.84% ജൂലൈ മാസത്തിൽ വർദ്ധിച്ചു. ഇതിന് പ്രധാന കാരണം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ആൾക്കാർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ കമ്പനീസ് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അത് കാരണം 13.84% ഉയർന്നിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ പറയുന്നത്. ഇൻഡസ്ട്രി, നമ്മുടെ വാഹനം വിൽക്കുന്ന ആ മേഖലയിലെ ഇൻഡസ്ട്രിയുടെ ഒരു എസ്റ്റിമേറ്റ്, ഈ പാസഞ്ചർ വെഹിക്കിൾസിന്റെ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക്, വിറ്റഴിക്കാത്ത സ്റ്റോക്ക് 4,07,000 യൂണിറ്റ്സ് ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ, US recession fears spark global sell-off after weak jobs data. The emerging market equities around the world tumbled on Monday as fears of a recession in the United States sparkled a global sell-off and sent investors running for safer assets like the Japanese yen. The Morgan Stanley Composite Index of global emerging market stock lost 4.1% as a free fall in Japanese stocks spilled over across Asia, while worries about technology sector earnings weighed on bourses in Taiwan and South Korea. അപ്പോൾ ഇന്നലത്തെ ലോക ഓഹരി വിപണിയിലെ ഇടിവിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഇതിന് പ്രധാന കാരണമായിട്ട് പറഞ്ഞ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അമേരിക്കൻ സമ്പദ്ഘടനയിലെ മാന്ദ്യത എല്ലാവരും പ്രതീക്ഷിക്കുന്നു, അത് കാരണമുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് ഈ ഇടിവിന് തുടക്കം. അവിടെ വെള്ളിയാഴ്ച അവിടെയുള്ള എംപ്ലോയ്മെന്റ് ഡാറ്റ എന്ന് പറയും. അപ്പോൾ അത് ഫേവറബിൾ അല്ലാത്ത ഡാറ്റ വന്നത് കാരണം ആൾക്കാർ കുറച്ചുകൂടെ അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് ആൾക്കാർ പ്രതീക്ഷിച്ച് ഓഹരികൾ വിറ്റു തുടങ്ങി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഒരു പ്രതിസന്ധി
ലോകത്തിനെമ്പാടും അഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോക സമ്പദ്ഘടനയുടെ 25% അപ്രോക്സിമേറ്റ്ലി അമേരിക്കൻ സമ്പദ്ഘടനയാണ്. അപ്പോൾ 4/1 അമേരിക്കൻ സമ്പദ്ഘടന. അതിനുശേഷമാണ് ചൈന പോലും വരുന്നത്. അപ്പോ അത് കാരണം എന്ത് വലിയൊരു സമ്പദ്ഘടനയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ബാക്കിയുള്ള സമ്പദ്ഘടനകൾ ഉള്ളത്. അത് കാരണമാണ് ബാക്കിയുള്ള മാർക്കറ്റുകളിലും ഇതുപോലെ കറക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും വന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലും നല്ല തോതിൽ കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഇതിൽ ഈ വാർത്തയിൽ പ്രതിപാദിക്കുന്നു. അടുത്ത വാർത്ത, വോഡഫോൺ ഐഡിയ ക്ലിയേഴ്സ് ₹1,500 crore DOT bill. Vodafone Idea has paid dues worth ₹1,500 crore comprising revenue share license fee and spectrum usage charges to the Department of Telecommunications. This includes around 720 crore which were pending for the January-March quarter. The balance is the full payment for the April to June period. These are concurrent dues which are not covered by the 4-year moratorium. ഇപ്പോൾ നമുക്കറിയാം വോഡഫോൺ ഐഡിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ടെലികോം കമ്പനിയാണ്. അവര് 1,500 കോടി രൂപ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന് പേയ്മെന്റ് നടത്തി എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇതിൽ ഓരോ 3 മാസം കൂടുമ്പോഴും അവർക്ക് ചില കാര്യങ്ങൾക്ക് റവന്യൂ ഷെയർ ലൈസൻസ് ഫീ എന്ന് പറഞ്ഞൊരു സംഭവം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാ ടെലികോം കമ്പനിയും കൊടുക്കാറുണ്ട്. ഇവര് കൊടുക്കാത്ത പൈസ ഇപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെ കാലയളവിലെ ഡ്യൂ ആയിരുന്ന 720 കോടിയും ബാക്കിയുള്ള ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലെ ലൈസൻസ് ഷെയറിംഗ് ഫീയും റവന്യൂ ഫീയും ആണ് കൊടുത്തിട്ടുള്ളതെന്ന് ഇതിൽ പറയുന്നു. പിന്നെ നമ്മൾ മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യസ് സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് സ്ലോസ് ഡൗൺ ഇൻ ജൂലൈ. India's services sector growth showed slowdown in July after rebounding from a 5-month low in the previous month, according to a business survey released on Monday. Despite the slowdown, investments in technology, online offerings, and new business gains and robust demand propelled a swift expansion in international sales in July. അപ്പോൾ നമ്മുടെ സേവന മേഖലയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഒരു മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് സേവന മേഖല. സേവന മേഖലയെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഫോർ സർവീസസ് സെക്ടർ. അപ്പൊ അതിൽ ചില ഒരു സ്ലോ ഡൗൺ ജൂലൈ മാസത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് മിന്റ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇൻവെസ്റ്റ്മെന്റ്സ് ടെക്നോളജിയിലും പല ഓൺലൈൻ ഓഫറിംഗ്സുകളും ഒക്കെ കൂടുതൽ പൈസ നിക്ഷേപം വന്നിട്ടുണ്ടെന്നും ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നു. അടുത്തൊരു വാർത്ത, സെന്റർ ടു ലിമിറ്റ് surrogate ads promoting liquor brands, Carlsberg, Diageo, other firms may face fines up to ₹50 lakh. The center is planning to prohibit liquor makers in India from using surrogate advertisements and sponsoring events for their key products, alcoholic products. As per the new draft rules, companies like Carlsberg, Concord Record, and Diageo can face a penalty of up to 50 lakhs if they continue promoting their key products via surrogate ads in India, reported Reuters. നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരുവിധമുള്ള നമ്മുടെ ലിക്കർ കമ്പനീസ് എല്ലാം അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയും. അപ്പം ഒരു ലിക്കറിന്റെ പേരിൽ സപ്പോസ് നമ്മൾ ഒരു ലിക്കർ ബ്രാൻഡ് ഉണ്ട്, അപ്പോൾ അതിന് മെക്ഡവൽസ് എന്ന് പറഞ്ഞ ലിക്കർ ബ്രാൻഡ് ഉണ്ട്. അപ്പൊ അവർ മെക്ഡവൽസ് എന്ന ബ്രാൻഡ് ഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാതെ അതേ ബ്രാൻഡിൽ തന്നെ ഒരു മിനറൽ വാട്ടർ ഇറക്കിയിട്ട് ആ മിനറൽ വാട്ടർ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അതിനെ പോലുള്ള അഡ്വർടൈസ്മെന്റിനാണ് സറോഗേറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ആക്ച്വലി അവർ കൺവേ ചെയ്യുന്നത് ലിക്കറിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് കൺവേ ചെയ്യുന്നത്. അതുപോലുള്ള അഡ്വർടൈസ്മെന്റ് ഇനി സർക്കാർ റൂൾ പ്രകാരം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ പല ലിക്കർ കമ്പനിയും അങ്ങനെയാണ് ചെയ്യുന്നത്. സറോഗേറ്റ് അഡ്വർടൈസിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ മെയിൻ പ്രോഡക്റ്റിന് അതേ പേരിലുള്ള വേറെ ലെജിറ്റിമേറ്റ് പ്രോഡക്ട്സ് ഇറക്കിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ലിക്കർ ഓട്ടോമാറ്റിക്കലി അതിന്റെ ബ്രാൻഡ് നെയിം ആൾക്കാരുടെ മനസ്സിൽ പതിയും. അതിനുവേണ്ടിയുള്ള അതാണ് സറോഗേറ്റ് അഡ്വർടൈസിംഗ്. പിന്നെ നമ്മൾ ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യസ് ജൂൺ ടീ ഔട്ട്പുട്ട് ഡൗൺ 1.9% on lower production in South India. India's tea output in June declined 1.9%, mainly on a drop in production in the south of India. Output in Tamil Nadu, the largest producing state in the south, declined 12% to 17.69 million kilogram against 20.17 million kilogram a year ago. അപ്പോൾ ഇന്ത്യയിലെ തേയിലയുടെ ഉൽപാദനം ജൂൺ മാസം ഏകദേശം 1.9% കുറഞ്ഞു. ഇതിന് പ്രധാന കാരണം തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള
തേയിലയുടെ പ്രൊഡക്ഷൻ ഉൽപാദനം കുറഞ്ഞതാണ്. ഇതിന് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അവിടെയാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത്. അതായത് 17.69 മില്യൺ കിലോഗ്രാം മാത്രമാണ് അവരുടെ പ്രൊഡക്ഷൻ ഉണ്ടായത്. ഇത് കഴിഞ്ഞ കൊല്ലം ഇതേ സമയം 20.17 മില്യൺ കിലോഗ്രാം തേയിലയുടെ പ്രൊഡക്ഷൻ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. വീണ്ടും ഒരു ഓട്ടോമൊബൈൽ സെക്ടറിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഓട്ടോ ഡീലേഴ്സ് സീ മിക്സ്ഡ് ട്രെൻഡ് ഇൻ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ്, ഹൈ ഇൻവെന്ററി ലെവൽസ് പോസ് സിഗ്നിഫിക്കന്റ് റിസ്ക്. The passenger vehicle sales in the near term are expected to have a mixed trends as the festive season, attractive schemes and good monsoon are expected to boost sales, but concerns over lower consumer sentiment, heavy rainfall and the lack of a new product launches still persist. അപ്പോ ബിസിനസ് ലൈനിൽ പറയുന്ന ഒരു റിപ്പോർട്ട് പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസിൽ ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് പരാമർശിച്ചു കൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഇപ്പോൾ തൽക്കാലം നല്ല സാധ്യത കാണുന്നുണ്ട് പാസഞ്ചർ വെഹിക്കിൾസ്. എന്നാൽ ഫെസ്റ്റീവ് സീസൺ വരുന്നു, പിന്നെ പല കാർ കമ്പനികൾ നല്ല സ്കീമുകൾ കൊടുക്കുന്നു വാങ്ങിക്കുന്നവർക്ക്. അതുപോലെ തന്നെ നല്ല മഴക്കാലം മൺസൂൺ ഉള്ളത് കൊണ്ട് റൂറൽ ഏരിയയിലൊക്കെ ആൾക്കാരുടെ കയ്യിൽ ഇൻകം വരും. ഇത് കാരണം വെഹിക്കിൾസിനുള്ള ഡിമാൻഡ് കൂടും. എന്നാൽ പൊതുവെ ആൾക്കാരുടെ കൺസ്യൂമർ സെന്റിമെന്റ് ഒക്കെ ഇപ്പോൾ അത്ര പോസിറ്റീവ് അല്ല. അത് കാരണം ഇത് സെയിൽസ് കുറയാനും പുതിയ ലോഞ്ചുകളൊന്നും നടക്കുന്നില്ല. ഓട്ടോമൊബൈൽ സെക്ടറിൽ പുതിയ മോഡൽസിന്റെ ലോഞ്ച് അധികം നടക്കുന്നില്ല. അതൊക്കെ ഈ സെയിൽസ് കുറയ്ക്കാനുള്ള പല കാരണങ്ങളായിട്ട് മാറാമെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡിഗോ ടു ഓഫർ ബിസിനസ് ക്ലാസ് ഓൺ 12 റൂട്ട്സ്, ടിക്കറ്റ്സ് സ്റ്റാർട്ട് at 18,000 rupees. Budget airline Indigo wants to capitalize on premium flyers too. India's top airline will introduce business class seats from mid-November on 12 domestic routes, making the no-frills carrier departure from an all-economy cabin. അപ്പോ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനി, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഇൻഡിഗോ, ഇതുവരെ അവർ പറഞ്ഞിരുന്നത് അവരെ എല്ലാവർക്കും ഒരേപോലുള്ള സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എക്കോണമി ക്ലാസ് മാത്രം, നോ ഫ്രിൽ, ചെലവ് കുറഞ്ഞ ഒരു എയർലൈൻ ആയിട്ടാണ് അവർ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവർ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നവംബർ മാസം മുതൽ അവർ 12 റൂട്ടിൽ ബിസിനസ് ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ മിനിമം ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിന് 18,000 രൂപ ആയിരിക്കും. അപ്പോൾ നമ്മളെ ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ വീതിയുള്ള സീറ്റും ആഹാരം, അവരിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ചില വ്യത്യാസങ്ങൾ അതൊക്കെ കാണും. ഈ ബിസിനസ് ക്ലാസ്സിൽ ഒരു ലക്ഷൂറിയസ് ട്രാവൽ അവർ ഓഫർ ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. പിന്നെ 10ാമത്തെയും അവസാനത്തെയും വാർത്ത, here is why everyone is talking about Japanese yen and carry trade. Japanese yen hit mid-January highs around 145.28 on Monday's intra-trade deals, thus extending its recent appreciation against the US dollar. Japan's currency has appreciated by 10% against dollar weeks.